കീം പരീക്ഷാ ഫലം റദ്ദാക്കിയ നടപടിയിൽ അപ്പീലുമായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ് നിയമ നടപടി സ്വീകരിക്കും, അതുമായി മുന്നോട്ട് പോകുമെന്നുള്ളത്. ഇപ്പോൾ ഒരു അപ്പീൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു. ആ രീതിയിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് സർക്കാരിന്റെ അപ്പീൽ എത്തുകയാണ്. വിവരങ്ങൾ എന്താണ്? നമ്മൾ രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു കീം പരീക്ഷാഫലം റദ്ദ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുമെന്ന് ഡിവിഷൻ ബെഞ്ചിന്. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അതിവേഗ നീക്കത്തിനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. അത് പ്രത്യേകിച്ച് പ്രവേശന നടപടി അടക്കം പുരോഗമിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കോടതിയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു തിരിച്ചടി സംസ്ഥാന സർക്കാരിനുണ്ടത്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് മറികടക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അതിവേഗം തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികളടക്കം വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ പരീക്ഷാ ഫലം വന്ന് അതിൽ റിസൾട്ട് ഉന്നതവിജയം നേടിയ വിദ്യാർത്ഥികളടക്കം വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ അവരുടെ ആശങ്ക കൂടി പരിഹരിക്കുന്നതിന് ഭാഗമായി അതിവേഗം അപ്പീൽ നൽകിയിട്ടുള്ളത്. ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടാണ് പുതിയ ഫോർമുലയ്ക്ക് നിർദ്ദേശം നൽകിയത്. അത് നമ്മൾ നടപ്പിലാക്കുകയും ചെയ്തത്. അത് പക്ഷേ സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം അടക്കം ചോദ്യം ചെയ്തുകൊണ്ടാണ് നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ അതിവേഗ ഇടപെടൽ എന്ന് വിശേഷിപ്പിക്കാം. പ്രജിത്ത്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.